ചെറിയൊരു സിനിമ അല്ല ഇത്. ത്രില്ലിംഗ് ചിത്രം. നല്ല സിനിമയായിരുന്നു. നല്ലൊരു ക്രൈം ത്രില്ലറാണ്. ഉറപ്പായിട്ടും എല്ലാവരും കാണണം. അടിപൊളി എൻഡ് ക്ലൈമാക്സ് ഒക്കെയാണ്. അടിപൊളിയാണ്. നല്ലൊരു ത്രില്ലർ മൂവിയാണ്. ട്വിസ്റ്റുകളെല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഒരിക്കലും നമുക്ക് അവസാനം പടം ട്വിസ്റ്റ് പറയുന്നത് വരെ നമുക്ക് ഒന്നും ക്ലിയർ ആവത്തില്ല. അടിപൊളി ഗംഭീര പടമാണ്. ഒരു ചെറിയൊരു സിനിമ അല്ല ഇത്. ഒരു വലിയ സിനിമ ആയിട്ടുണ്ട്. എന്തായാലും നന്നായിരിക്കട്ടെ. ത്രില്ലിംഗ് ചിത്രം. നല്ല സിനിമയായിരുന്നു. ത്രില്ലറായിരുന്നു. എനിക്കിഷ്ടമായി. പേഴ്സണലി ഇഷ്ടമായി. നല്ലതായിട്ട് അഭിനയിച്ചു എല്ലാവരും. അതെ, പുതിയതായിട്ട് ചെയ്ത അങ്ങനെ ഒരു ഫീൽ ഇല്ലായിരുന്നു. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ ചെയ്തതുപോലെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഈ സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് നിങ്ങൾ കാണണമെന്നാണ്. ഒരു ചെറിയ സിനിമയാണ്. നിങ്ങളെല്ലാവരും കൂടെ വിചാരിച്ചാൽ മാത്രമേ ഇതൊരു നല്ല വിജയമാക്കി ഞങ്ങൾക്കെല്ലാം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഞാനിതിൻ്റെ അകത്തൊരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ജാസ് ചേട്ടൻ പാടിയ പാട്ട് റാപ്പ് എഴുതിയിരിക്കുന്നത് ഞാനാണ്. പടമാണ്. ബാക്കി നല്ലൊരു ക്രൈം ത്രില്ലറാണ്. ഉറപ്പായിട്ടും എല്ലാവരും കാണണം. ശരിക്കും ഫസ്റ്റ് ഹാഫ് വരെ നമ്മൾ വിചാരിക്കുന്നത് ആരാണ് എന്താണ് ഇല്ല സംഭവം എന്നുള്ളത് നമുക്ക് ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ട് എടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ കണ്ടുപോകണം. എല്ലാവരെയും അഭിപ്രായമാണ്. ഒരുപാട് ആൾക്കാർ ചേർന്ന്, പുതിയ ആൾക്കാരും നല്ല കഴിവുള്ള ആൾക്കാർ ചേർന്നെടുത്ത ഒരു പടമാണ്. സോ നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് വിജയിപ്പിക്കണമെന്നാണ് ആഗ്രഹം. താങ്ക് യു. ഇത് തന്നെയാണ് പറയാനുള്ളത്. ഒരുപാട് എല്ലാവരും അപ്കമിങ് ആർട്ടിസ്റ്റാണ്, ഫിലിം മേക്കേഴ്സാണ്. അപ്പോൾ എല്ലാവരും ആർട്ടിസ്റ്റ് ബേസ് വാല്യൂ ഇല്ല എന്ന് പറഞ്ഞ് കുറേ പടങ്ങൾ അങ്ങനെ ആരും അറിയാതെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു സ്ക്രിപ്റ്റാണ്. ഒരു ക്രൈം ഇൻവെസ്റ്റിഗേറ്റ് ത്രില്ലറാണ്. എല്ലാവരും വന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. അടിപൊളി എൻഡ് ക്ലൈമാക്സ് ഒക്കെയാണ്. ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആണ്. നല്ലൊരു ത്രില്ലറാണ്. മാക്സിമം എല്ലാവരും വന്ന് എല്ലാവരും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. എല്ലാവരും പടം പോയി കാണണം. നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. വിചാരിച്ചതിനെക്കാട്ടി നല്ല രീതിയിൽ സിനിമ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒരു പാട്ടും ചെയ്തേക്കുന്നത് ഞാനാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബാക്കി റിവ്യൂസ് ആൾക്കാർ പറയുന്നതായിരിക്കും. ഞാൻ കുരുക്കിൽ SI അനിൽ അനിരുദ്ധ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത ആളാണ്. സിനിമ ഞാനിപ്പോൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിനു മുമ്പ് ഡബ്ബിങ്ങിന് വന്നപ്പോൾ അവിടെ ഇവിടെയുള്ള ഒരു ചെറിയ പോർഷൻസ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഭയങ്കര ഇമ്പ്രസ്ഡ് ആണ്. മേക്കിങ്ങിലും ഓവറോൾ സിനിമാറ്റിക് എക്സ്പീരിയൻസ് എല്ലാം ഞാൻ ഭയങ്കര ഇമ്പ്രസ്ഡ് ആണ്. ഇതിൽ ഒരു ക്യാരക്ടർ ചെയ്യാൻ കഴിഞ്ഞത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി എല്ലാവരും തിയേറ്ററിലേക്ക് വന്ന് കാണുക. ഞങ്ങളുടെ ഈ പടം വലിയൊരു വിജയമാക്കി മാറ്റുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കാം. നമ്മുടെ മൂവി ആയിട്ടൊരു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ജഡ്ജ്മെൻ്റ് ഒന്നും പറയാൻ പറ്റുന്നില്ല. അല്ല, എല്ലാവരും ഒരുപാട് പേര് ഒരു കുഞ്ഞു ക്യാരക്ടേഴ്സ് പോലും വളരെ നാച്ചുറലായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ സ്റ്റോറി ലൈൻ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് അഭിജിത്ത് ഏട്ടൻ. പുള്ളി പറഞ്ഞ ക്ലെയിംസൊക്കെ അതിലുണ്ട്, സിനിമയിലുണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് കാണണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഇന്ന് മൂവി റിലീസായി. എല്ലാവരും ഉടനെ തന്നെ വന്ന് കാണണേ. അപ്പോൾ കണ്ടതിൽ നല്ല അഭിമാനമുള്ളൊരു നിമിഷമാണ്. എല്ലാവരും കാണണം. എന്തായാലും നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. വിചാരിച്ചതിനേക്കാളും ഒരു 2 സ്റ്റെപ്പ് മുകളിലാണ് ഫിലിം വന്നിട്ടുള്ളത്. നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്ന കാശ് എന്തായാലും നിങ്ങൾക്ക് മുതലാവും. നിങ്ങൾ കണ്ടിട്ട് മാക്സിമം എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യണം. അഭിജിത്ത് ഏട്ടൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പുള്ളിക്കൊരായിരം നന്ദി. എല്ലാവരും കാണണം. ഞാൻ തന്നെ പറയുന്നത് ശരിയല്ല. ഞാനാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. നമുക്ക് ഓഡിയൻസ് എടുത്ത് ചോദിക്കാം. ഞാൻ ഹാപ്പിയാണ്. സത്യം പറയാൻ നെഞ്ചിടിപ്പായിരുന്നു. ഈ പറയുമ്പോൾ ഓരോ സിറ്റുവേഷനിൽ ഈ പറയുന്ന പുറകിൽ നിന്ന് ചെറിയ സൗണ്ട് വരെ കേൾക്കുമ്പോൾ സത്യത്തിൽ ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ ഫൈനലി കഴിഞ്ഞൊരു കയ്യടി കിട്ടിയപ്പോൾ എല്ലാം ഒന്ന് തണുത്ത് ഉറച്ച് ഈ പറഞ്ഞ ഉറച്ചിരുന്ന സാധനങ്ങളൊക്കെ അലിഞ്ഞങ്ങ് പോയി. ഭയങ്കര ഹാപ്പിയാണ്. ഈ പറയും പോലെ നല്ല റെസ്പോൺസ് ഉണ്ട്. ബാക്കിയുള്ള ഇപ്പോൾ ഞാൻ എപ്പോഴും ഉണ്ട്. ബാക്കി ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ എല്ലാവരും റിവ്യൂ എടുക്കുക, ജെന്യുവനായിട്ടുള്ള റിവ്യൂ എടുക്കുക. വളരെ ഹാപ്പിയാണ്. കാരണം നമ്മൾ വലിയ താരങ്ങളൊന്നും ഇല്ലാത്ത ഒരു സിനിമയാണിത്. പക്ഷേ കണ്ടന്റ് തന്നെയാണ് ഇതിൻ്റെ കിങ് എന്ന് ഞങ്ങൾ കഴിഞ്ഞ പ്രീ റിലീസ് ഇൻ്റർവ്യൂകളിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഓഡിയൻസിന് ഏറ്റെടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ്. ത്രില്ലർ ജോണറുകൾക്ക് ഇവിടെ നല്ല ഓഡിയൻസ് ഉണ്ട്. അവർ തീർച്ചയായിട്ടും ഇത് ഏറ്റെടുക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. താങ്ക് യു. അഭിനയിച്ച് വളരെ കോൺഫിഡൻ്റ് ആണ്, ഹാപ്പിയാണ് എല്ലാവരും ഓൾ ടു. കാരണം നമ്മളെല്ലാവരും താരതമ്യേന പുതിയ ആളുകളാണ്. എസ്റ്റാബ്ലിഷ്ഡ് ആവാത്ത 3-4 സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും വളരെ ജെല്ലായിരുന്നു. ഒരു ഗിവ് ആൻഡ് ടേക്ക് പോലെയായിരുന്നു. എല്ലാവരും അത്യാവശ്യം നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടേഴ്സിന് ജസ്റ്റിഫൈഡ് ആണ്. നിങ്ങൾ കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടിരുന്നോ? സിനിമ കണ്ടിരുന്നോ? ആ സിനിമ കണ്ടിട്ട് ഇൻ്റർവ്യൂ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, താങ്ക് യു. ഗംഭീരമായൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം ഒരു വളരെ നല്ലൊരു ത്രില്ലർ 2 hours വളരെ സീരിയസ് ആയിട്ടും ആൾക്കാർ വളരെ ഇതായിട്ടിരുന്ന് കാണാൻ പറ്റുന്നൊരു ത്രില്ലറാണ്. റീസെൻറ്റ് ടൈംസിൽ വന്ന ത്രില്ലേഴ്സൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഇതൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരിക്കും. ഞാനും ഇതിനകത്തൊരു ACP ആയിട്ടൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇറ്റ് വോണ്ട്
സാറ്റിസ്ഫൈ ദിസ് പീപ്പിൾ. താങ്ക് യു. ആക്ച്വലി നമ്മൾ ഒരു കാര്യം പറയാനുള്ളത്, ഈ ഇൻ്റർവെൽ ടൈമിൽ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. അപ്പോൾ 1-2 പേര് ഇൻ്റർവെല്ലിൽ പഞ്ചുണ്ട് അതിനകത്ത്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നൊരു ഫീഡ്ബാക്ക് തിയേറ്ററിൽ ഇരുന്ന് ത്രില്ലടിച്ച് കാണേണ്ട ഒരു സിനിമയാണ്. അതിനകത്ത് ആകെ ഒരു കുറവ് നമുക്ക് തോന്നുന്നത്, സിനിമ കാണാൻ വരുന്നതിന് മുമ്പ് തീരുമാനം എടുക്കുന്നതിന് ഒരു കുറവ് തോന്നുന്നത് ഒരു പക്ഷേ താരങ്ങളില്ല എന്നുള്ളതായിരിക്കാം. പക്ഷേ ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലറാണ്, ഹൈലി എൻഗേജിങ് ആണ്, സെക്കൻഡ് ഹാഫ് എസ്പെഷ്യലി. അപ്പോൾ പ്രേക്ഷകർ മാക്സിമം ഇത് കാണട്ടെ, സിനിമ വിജയിക്കട്ടെ. താങ്ക് യു. കാണുക, നിങ്ങൾ ഡെഫിനറ്റ്ലി കാണുക. താങ്ക് യു.